ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ പോവാണ്. ഓണം നാട്ടിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങളിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ്, വീട് ഉടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ ഇനി ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. ഞങ്ങള് നമുക്കിവിടെ റെഡിമെയ്ഡ് കിട്ടും, പക്ഷെ ഞങ്ങൾ ഓർത്ത് എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കാന്ന് ഓർത്ത് വീട്ടില്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 4 മണിയായി. അപ്പോൾ ഇനി ചടപടിയിൽ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോട്ടെ. അപ്പോൾ ഞങ്ങളുടെ ബാക്കി ഓണവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ നമ്മുടെ ഓണസദ്യക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് പോയോ. ഹലോ, ഇവിടെ രാവിലെ 8:30. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോയി അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനി അത് അരിഞ്ഞ് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. വൈകുന്നേരമായിട്ടുണ്ട്. ഇവിടെ രാവിലെ തുടങ്ങണേ ഉള്ളൂ ഇവിടെ ഓണം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളരി അന്വേഷിച്ച് കുറേ കടകൾ നടന്നില്ല, പക്ഷെ അത് കിട്ടിയില്ല. ബാക്കിയെല്ലാം തന്നെ കിട്ടി. അതിൽ ഏറ്റവും വില കൂട്ടിയ സാധനം നമ്മുടെ നാട്ടിലെ ചേനയുണ്ടല്ലോ. ഇല്ലടാ, ചേനയ്ക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വന്നത്. ഞങ്ങളങ്ങനെ മേടിക്കാറില്ല ഇവിടെ ചേന അങ്ങനെ അധികം. പക്ഷെ 1 കിലോ ചേനയ്ക്ക് നല്ല റേറ്റ് വന്നു. $18. ബാക്കിയൊക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കുഴപ്പമൊന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പായസത്തിനുള്ള മിക്സി മേടിച്ചു. സേമിയ വയ്ക്കാന്നൊക്കെ ഓർത്തു, പക്ഷെ വേണ്ട, അടപ്രഥമം വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഓടി നടന്ന് വാങ്ങിച്ചത് പഴം, നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂവൻ പഴം ഉണ്ടല്ലോ, അതിവിടെ സ്റ്റോറിൽ വന്നു എന്നും പറഞ്ഞ് ഗ്രൂപ്പുകളൊക്കെ മെസ്സേജ് വന്നു. പക്ഷെ ഞങ്ങൾ എന്ത് പറ്റി വൈകുന്നേരമായി ഞങ്ങൾ സ്റ്റോറിൽ പോയി നോക്കിയപ്പോൾ അപ്പോഴത്തേക്കും എല്ലാം തീർന്നായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ കടകളൊക്കെ കയറി അവസാനം ഞങ്ങൾക്ക് കിട്ടി വേറൊരു കടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ആദ്യം സാമ്പാർ, അവിയൽ, ആദ്യം നമുക്കെല്ലാം ഇതിൽ നിന്ന് തുടങ്ങാം. മറ്റേ തൊടുകറികളുണ്ടല്ലോ, തൊടുകറിയിൽ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് സാമ്പാർ, അവിയൽ, പായസം വയ്ക്കും. ആദ്യം ബീട്രൂട്ട് പച്ചടി, അങ്ങനെ പിന്നെ ക്യാബേജ് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, കുറുക്കാളം വെക്കാം. അതിന് ഏത്തക്കായ ഞങ്ങൾ കിട്ടിയിട്ടോ, ഏത്തക്കായ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തൊടുകരൊക്കെ വയ്ക്കാം ഫസ്റ്റ്. ഒന്ന് പെട്ടെന്നല്ല അരിഞ്ഞു തുടങ്ങിയിരിക്കും. ഇനിയിപ്പോൾ ആവി എണിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കുമല്ലോ. ആവി എണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചക്കറി ഒന്നും പോണ വഴി കാണുമല്ലോ, ഒക്കെ എടുത്ത് എറിയോള്. അങ്ങനെ ക്യാബേജിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ കാളിന് ഉണ്ടാക്കാനായിട്ട് അവള് കായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഇതായിട്ട് ഇവിടെ തേങ്ങ കിട്ടുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്താണ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സർപ്രൈസ് ഫാക്ടറാണ്. ചിലപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടും, ചിലപ്പോൾ ചീഞ്ഞ് പോവും. ഒരു 80% ചെയ്യാറാണ് പൊതുവെ പതിവ്. ഇതിപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതുകൊണ്ട് ചെറിയൊരു ചാൻസ് ഉണ്ട് നന്നായിട്ട് കിട്ടാനായിട്ട്. കാരണം അതിന് മുമ്പ് അവിടെ നിന്ന് മേടിച്ചിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഇത് നമുക്കിവിടെ ചിരകയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊട്ടിച്ച് കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം നമുക്കിത് തേങ്ങാപ്പീരിയാക്കാൻ. അപ്പോൾ എന്നാൽ ഇതൊന്ന് പൊട്ടിച്ച് അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവളത് അരച്ചോളും. നല്ല സൂപ്പർ തേങ്ങ. നല്ല തേങ്ങ.
വി ആർ വെരി ഹാപ്പി. ഞങ്ങളിത് എപ്പോൾ പൊട്ടിച്ചാലും ഇതിൻ്റെ അന്ന് ചീഞ്ഞ നാറ്റും ചീഞ്ഞ ഒരു ഉണ്ട്. അതെ മട്ട് ആ ചെറിയൊരു വാട്ടവെള്ളത്തിന് ചുവയുണ്ട്, എന്നാലും കുഴപ്പമില്ല. എണീറ്റോ അവളത് ഇപ്പോ കിടന്ന് കഴിഞ്ഞപ്പോ പോയി എടുത്തുകൊണ്ട് വന്നു. രാവിലെ തന്നെ അവൾ എണീറ്റ വഴി തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. അത് ചിലപ്പോ കഴിച്ചോട്ടോ, അമ്മ വെച്ചോ, അമ്മയ്ക്ക് വേണ്ട കഴിച്ചോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ബ്ലൂബെറി കൊടുത്തത്, അവർക്ക് ഇഷ്ടമാണ് ബ്ലൂബെറി അല്ലെങ്കിൽ സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലുമാണ് രാവിലെ ഉള്ളത് കഴിക്കണേ. ഇത് മറ്റേ തേങ്ങ പൊട്ടിച്ചപ്പോൾ വെള്ളം കിട്ടിയത് അത് കൊടുത്തു. അത് 2 സിപ്പ് എടുത്തു, മാറ്റി വെച്ചേക്കും അവിടെ. തേങ്ങക്കൊത്ത് വിട്ടുപോരുന്നുണ്ട്, അത്യാവശ്യം മൂപ്പുള്ള തേങ്ങ ആയതുകൊണ്ട് ചിരട്ടേന്ന് വിട്ടുപോരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് തൊണ്ടോടുകൂടി തൊണ്ട് മീൻസ് ഈ കറുത്ത ഇതോടുകൂടി പൊടിച്ചു കഴിഞ്ഞാൽ കൊള്ളാമോ? അത് നമുക്ക് കുഴപ്പമില്ല വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്ക്. രാവിലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മെയിനായിട്ടുള്ളൊരു കാര്യം മിസ്സിങ് ആണെന്ന് അറിഞ്ഞത്. സദ്യക്ക് എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷേ വാഴല മേടിച്ചില്ല. വാഴല നോർമൽ വാഴല കിട്ടുമെന്ന് നോക്കണം, അത് കിട്ടുമെങ്കിൽ അത് മേടിക്കണം. അല്ലെങ്കിൽ പേപ്പർ വാഴല കിട്ടും, അത് കിട്ടുമെന്ന് നോക്കട്ടെ. കാരണം നമ്മുടെ ഇവിടെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു ഗ്രോസറി സ്റ്റോറുണ്ട്, നമ്മുടെ മലയാളികളുടെയാണ്, നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെയാണ്. അവിടെ നിന്ന് പോയി നോക്കട്ടെ. അവിടെ ഒട്ടുമിക്ക മലയാളി സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഓണം പ്രമാണിച്ച് അവിടെ മിക്ക സാധനങ്ങളും തീർന്നു. ഇന്നലെ ഞങ്ങൾ പോയതാണ് കാര്യം സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞങ്ങൾ വിട്ടു. പിന്നെ ഒരു കാര്യം ഇവിടെ സാമ്പാറുണ്ടാക്കാൻ കായമില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതും മേടിക്കണം. പിന്നെന്താ ഒരു കാര്യം കൂടെ ഉണ്ടായല്ലോ, എന്തായിരുന്നു? വെള്ളരിക്ക ഓലൻ ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക എങ്ങും കിട്ടാനില്ല. ഞങ്ങൾ ഇന്നലെ 2-3 കടകളിൽ കയറി, ഇന്നിപ്പോൾ വേറെ ഒരു 2 കടയിലും കൂടെ കയറി നോക്കണം. ഇന്ത്യൻ സ്റ്റോർ വേറെ ഉണ്ട്, അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് കിട്ടുമെന്ന് നോക്കണം മാക്സിമം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യം കൂടെ സെറ്റാക്കാം. അങ്ങനെ നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? നാട്ടിൽ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 5-5.5 വർഷമായി. നാട്ടിലൊരു ഓണം ഫാമിലി ആയിട്ട് പപ്പയും മമ്മിയും അനിയത്തിയും അളിയനൊക്കെ ആയിട്ട്, അളിയൻ ഇപ്പോൾ വന്നിട്ട് കല്യാണം കഴിഞ്ഞ പിന്നെയാണ് അളിയൻ. പക്ഷെ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ 5-5.5 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല. പിന്നെ ഇനി ഒരു പ്രാവശ്യം മാക്സിമം അടുത്ത വർഷം പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച്. പിന്നെ ഇവളുടെ വീട്ടിൽ ഇന്നേ വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പരിപാടിയും കൂടിയിട്ടില്ല. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 1-2 ദിവസം അവിടെ ഞങ്ങൾ കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് അത് കാര്യമായിട്ടുമല്ല. ആ ഒരു തിരക്കിലാണ്. ഞാൻ അന്ന് 15 ദിവസം ലീവിനാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് 1-2 ദിവസം അവിടെ കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് കാര്യമായിട്ടൊരു വലിയൊരു പരിപാടിയെ വലിയൊരു സെലിബ്രേഷനോ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു പോക്ക് നാട്ടിലേക്ക് ഉണ്ടെങ്കിൽ എന്നല്ല, എന്തായാലും പോകണം. ഇപ്പോൾ ആബിനെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആബിക്ക് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം 2 വയസ്സാവണതിന് മുമ്പ് എന്തായാലും നാട്ടിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ആബിയുടെ മാമോദിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടണം.
കാരണം ഫാമിലി വലിയൊരു മിസ്സിങ് തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ പപ്പയായിട്ടാണെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഒക്കെ ആണെങ്കിലും ഞങ്ങളൊരു ചിയേഴ്സൊക്കെ അടിച്ച് ഒരു പെക്കൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇരിക്കാറുണ്ട്. അതൊരു ശരിക്കും അതൊരു മിസ്സിങ് ഫാക്ടർ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്കും ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റിയ അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ PR കാര്യങ്ങളൊക്കെ വൈകിയാണ് വന്നത്. ഞങ്ങൾ ഈ വർഷം നാട്ടിൽ പോകണമെന്ന് വിചാരിച്ച, ഓണത്തിന് നാട്ടിലുണ്ടാവണമെന്ന് വിചാരിച്ച, പക്ഷേ അതൊന്നും നടന്നില്ല. ഓ ഇതാട്ടോ സാൾട്ട് ആൻഡ് പെപ്പർ. എന്നാ വേണ്ട? ഇന്നലെ വന്നപ്പോ കണ്ടില്ലോ. ഇന്നലെ വേറെ ആളായിരുന്നു. ഇന്ന് ഓണമല്ലേ നിങ്ങക്ക്? മലയാളിമാർക്കാണ് ഓണം. അവരിവിടെ ഇല്ല. അവര് US കറങ്ങാൻ പോയേക്കായിരുന്നല്ലോ. വന്നാ? ആ വാഴലുണ്ടോ? വാഴല പേപ്പറായാലും മതി. കണ്ട് വെള്ളരിക്കുണ്ടോ? ഉയ്യടാ, എങ്ങൊന്നും കിട്ടാനില്ല. ഞാൻ ഇന്നലെ വന്ന് നോക്കിയിട്ടും വെള്ളരിക്കില്ല. അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടോ. ഇത് ഫ്രോസൺ ഐറ്റംസ്, നമ്മുടെ നാട്ടിലെ എല്ലാ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട്. പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ഉണ്ട്. വെള്ളരിക്ക മാത്രം ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. അമ്മ താഴെ വന്നിട്ടുണ്ട്. അവിടെ പൈസയിലൊന്നും വന്നില്ല. പൈസയിലും വേണം വരാൻ തോന്നുന്നുണ്ടായി. വാ, ഐസിലും ഭാര്യയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെന്താ അതിനകത്ത് പിടിച്ചോട്ടോ. ഓ ബ്ലൂപ്പർ ആയില്ല. അമര് പറഞ്ഞു. ഓണത്തിന്റെ പരിപാടികള്. നീ എന്തുണ്ടാക്കണേ? സാമ്പാർ. അവിയല് കേറിയല്ലേ? അവിയല് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചേക്കല്ലേ? തേങ്ങ എന്തോരം ആവശ്യത്തിനുള്ളതുണ്ടോ? അത് ഇതിനകത്ത് കിട്ടും. ഒരുമിച്ച് കഴുകാം. പൈസ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ പെട്ടെന്ന് നോട്ടം മാത്രമേ എത്തണുള്ളൂ. അക്ഷയൊന്നും മുണ്ട കൊടുത്ത് വന്നേക്കണത്. വിഷ്ണു ചായ കുടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഇനീഷ്യലായിട്ടുള്ള കുറച്ച് പരിപാടികൾ. കാളൻ റെഡി, ക്യാബേജ് തോരൻ, കിച്ചടി, സാമ്പാറിനുള്ള പരിപാടികളൊക്കെ നടക്കണം. ഇത് തന്നെ ഇടാൻ പോണേ. ഇപ്പൊ നീ പറഞ്ഞത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ എല്ലാരും പരിചയപ്പെടുത്തരാട്ടോ. ഇതെല്ലാം
കോൾ ഓഫ് ഡ്യൂട്ടിയോ കൊളാപ്പുട്ടിയോ കുറെ നേരമായി ഫൈസലും രശ്മിയൊക്കെ കൂടി റെഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫൈസല് മുണ്ടോ കൊടുത്ത ഫൈസലും രശ്മിയും ഇവര് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ അബിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ട്. അതന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓണം ഇവിടെ ഒന്നിച്ചുള്ളത്. നാളെ വെഡിങ് ആനിവേഴ്സറി. ആ അതന്നെ നാളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അടുത്തൊരു പടി അവിടെ. പിന്നെ ദേ അവന്മാരെ പുറത്ത് നിൽക്കുക. അവരെ വിളിച്ചോ. എന്താ ശങ്കു വാ. അക്ഷയ്, ശങ്കു, വിഷ്ണു. ശങ്കുവിന്റെ നാണോ വയ്യ. നമുക്ക് ഫുഡ് എടുത്ത് വയ്ക്കാം. ഫുഡ് അപ്പം നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് എല്ലാം പകർത്തി വെക്കണം. ഞങ്ങളെല്ലാം ഇതുപോലത്തെ വലുതും ഉണ്ടാക്കി വെക്കുകയും ചെയ്ത്. അപ്പൊ അത് ഇത് അവിയലല്ലേ? ആ അവിയല്. ഇതില് അവിയലുണ്ടാക്കണം. ഇതില് സാമ്പാർ വെക്കാം. കുറച്ച് കൊട്ടിട്ട് ആ സ്പൂണും വെച്ചാൽ മതി. ഈ സ്പൂണിന് ഉപയോഗിക്കാം അല്ലേ നമുക്ക്? ഓക്കെ. ഓക്കെ. ഓക്കെ പായസം കപ്പ് അത് ഇവിടെ വെച്ചേക്കുക. മറ്റേ കപ്പ് ഇങ്ങോട്ട് പെണ്ണ് കാണാൻ പോകുന്നവരോ. എന്തിനുണ്ടോ ഇല എന്ത് ചെയ്യല പിടിച്ചോ. നമ്മുടെ സാധനങ്ങൾ എൻ്റെ മൊബൈലും ഉണ്ടോ അപ്പേ? ഇല്ലടാ. അപ്പൊ നമ്മളെ എല്ലാം അവിയല്. ആ അഭികം തരാട്ടോ. ചോറും വെച്ചോ. അപ്പൊ കറിയും ചോറും എല്ലാം താഴേക്കും വെക്കാം. അതെങ്ങനെയാണോ? ഓണം ഇന്നല്ലേ, പിന്നെ കഴിഞ്ഞ ആഴ്ച വെക്കണേ. ആബിക്കല്ലേ? ആ ആബിക്കല്ലോ. ആബിക്കൊന്ന് ഇവിടെ ഇട്ടോ. അപ്പൊ ആബി ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കോ? ശരിയുള്ളൂ. അത് തന്നെ സാമ്പാർ കൂടി കഴിക്കണമെന്നാ. അല്ലെങ്കിൽ വേണം ഈ പച്ചടി കൂടി കഴിച്ചോ. ബീറ്റ്റൂട്ട്. ആ ഓക്കെ. ഇനി ഞാൻ പറയില്ല. ആ അങ്ങനെ തുമ്പത്താ ഉപ്പിടണം. ഇവിടെയാണോ അറിയില്ല. ചോറ് വരുന്നുണ്ടേ. അമ്മ വിടാ. ഇതിപ്പോ വലിച്ചാൽ പരതണം. അതാണ് ഇരുന്ന് വലിയല. ഇത് ആബിക്ക്. ആ ഏറ്റവും വലിയ ആബിയുടെ. ആദ്യം നമുക്ക് അവിടെ ഇരിക്കാട്ടോ. നമുക്ക് അറ്റത്തിരിക്കാട്ടോ. ആ അറ്റത്തുള്ളത് കുറച്ചിട്ട് അതെ. കുറിയാണ് ഇരിക്കണേ. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്.
അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ലെ, ഹൃദയം നിറഞ്ഞ അല്ല നാളെ മറ്റേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നവവധുക്കൾക്ക് എന്താണ് ഇന്നത്തെ? ഒരു വർഷം പിന്നിട്ടു, അതുകൊണ്ട് നവവധു അല്ല, എന്നാലും ഒരു വർഷം ഞങ്ങൾ പിന്നിട്ടു. ഫസ്റ്റ് വെഡിങ് രശ്മി ഇവന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയുണ്ട്? വളരെ വളരെ സാഹസികമായ ജീവിതമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എതിരഭിപ്രായമുള്ള ഇതിന്റെ ഇടയിൽ കമന്റ് അടിക്കാട്ടോ. അതന്നെ വളരെ സ്മൂത്ത്. ഇത്രയും നല്ലൊരു ജീവിതം വേറെ കിട്ടിയിട്ടില്ല. ഈ ഒരു വർഷമാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജീവിതം. പണി കളഞ്ഞു, ജോലി പോയതൊരു വിഷയമാണോ? ജോലി പോയതല്ല, കളഞ്ഞു. ഇതിന്റെ ഇടയിൽ രശ്മിയുടെ വീട്ടുകാരും ഫൈസലിന്റെ വീട്ടുകാരും കമന്റ് അടിക്കുക. ആശാൻ കടന്നു വരൂ. ആശാൻ എന്തായാലും ആരോഗ്യത്തെ പറ്റി സംസാരിക്കും. ആശാന്റെ വീഡിയോകളൊക്കെ കാണാൻ ഇപ്പൊ ആൾക്കാരുണ്ട്. ആശാന്റെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്. ആൾക്കാരുടെ ഓഡിയൻസ് ഉണ്ട് വീട്ടിൽ നിന്ന്. ആലപ്പുഴ ഓഡിയൻസ് ഒക്കെ ഉണ്ട് ആശാൻ. വീഡിയോ എടുത്തോ. എടാ ആ ഫോൺ മേടിച്ച് അവന്റെ ആ ഫോണിൽ എടുത്തു വെക്കടാ വിഷ്ണു. പോർട്രേറ്റില്ല അവന്റെ ഫോണില്. നല്ലതാണോ? അന്ന് നിന്റെ എടുക്ക്. നീ എവിടുന്നെങ്കിലും എടുക്ക്. നല്ലൊരു ഫോട്ടോ കിട്ടിയത് ജീമോൻ എടുത്ത ഫോട്ടോ പോലെ ആവണ്ടിരുന്നത്. ഓ, ഞാൻ ഓൾറെഡി വെളുത്താണ്, ഇവിടെ അത്ര കളറില്ല എന്നാണ് നീ ഉദ്ദേശിക്കണല്ലേ? കിട്ടിയോ? വയറ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ? ഹൈ ഫൈ. ആബി ആബി ഇത് കൊടുത്തോ കായ വറുത്ത്. അഭി സദ്യ കഴിക്കണു. സാമ്പാറ്, കട്ടക്കാളൻ, കൂട്ടുകറി, തോരൻ, അവിയല്, ഇഞ്ചിക്കറി. ഇതെന്താ കിച്ചടിയോ പച്ചടിയോ? അങ്ങനെ സദ്യയുടെ കലാശക്കൊട്ട് കഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞു. പായസം എല്ലാവരും ബാക്കിയാണല്ലോടാ. വയറ് നിറഞ്ഞു പോയിന്നുണ്ട് എല്ലാവരും. ആബി ഇവിടെ അവളെ കൊണ്ട് ഫുഡ് കഴിക്കാൻ സമ്മതിച്ചില്ല. ആബിയുടെ ഫുഡാണെങ്കിൽ ഇതുമാണ്. ഇപ്പൊ ഞങ്ങള് ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് യൂനോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈസലാണ് മെയിൻ കീച്ച്. ഫൈസലും ഭാര്യയും കൂടെ കൂടിയിട്ട് ഒത്തു കളിച്ചാണ് അവിടെ എല്ലാം എല്ലായിടത്തും ഫുള്ളാണോ? കുറെ ആൾക്കാർക്കൊന്നും ബോധമില്ല. ഒരു അപ്പൂപ്പൻ പുതുതായിട്ട് വന്നോളൂ. എന്നെ വലിയ കാര്യമായിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ 2 പെട്ടി തോക്ക ഇവിടെ താഴെ ഇരിപ്പുണ്ട്, എത്രയും പെടുന്ന പൊട്ടി. എന്നോട് തോക്ക കളിത്തോക്കായിരിക്കും. അല്ല, ഒറിജിനലും കണ്ണു എനിക്ക് ഇന്നലെ വന്നോളൂ പാഴ്സലായിട്ടെന്ന്. ഞാൻ ചുമ്മാ താമസമായിട്ട് അവിടെ തന്നെ ഇരുന്നടാ. എന്നെ വന്ന് ഇതോട് ചീത്ത പോയി അന്വേഷിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയി അന്വേഷിച്ചില്ല. പോയി ഇപ്പൊ തന്നെ അന്വേഷിക്കാണ്ട് ഞാൻ ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങി ചുമ്മാ പരതണ തപ്പിട്ട് പോയി തിരിച്ചു പറഞ്ഞ് കണ്ടില്ല. നാളെ നോക്കാം നമുക്ക് പറഞ്ഞു. ഓക്കെ, നാളെ രാവിലെ നോക്കി തന്നെ ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ ആൾക്കാര്. അല്ലാത്ത പെട്ടിയാണോ? എടാ അങ്ങനെ പെട്ടിയില്ല. പണ്ട് പട്ടാളത്തിലായിരുന്നു. എനിക്കറിയാൻ പാടാ, അതൊന്നും ഓർമ്മയിലൊന്നിനും. അതാണ്
നമ്മളിപ്പോ ഭക്ഷണം കഴിച്ച് 5 മിനിറ്റ് ആയിരിക്കും. അവസാന മിനിറ്റ് പണികളിലേക്ക് കയറിയല്ലേ അവസാനം മിനിറ്റ് കൂടി. ഓണപ്പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായി? ഓണപ്പരിപാടി കളറായിരുന്നു പ്രാവശ്യത്തെ. ഗംഭീര സദ്യ. പിന്നെ അതെവിടെ എത്തടാ? ഇത് കളയണോ? അത് കഴിച്ചോ അവിടെ ചെക്ക് അവിടെ ചെക്ക് നിങ്ങളവിടെ ചെക്ക്. അവളാണ് വലിയൊക്കെ കഴിച്ചില്ല. അത് അവൾ ഒന്നും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞേ. അവളിനി ഒന്നും കൂടെ മനസ്സമാധാനം. അവള് കൊച്ചിൻ്റെ അടുത്ത് പോയി. ആര്യേ? പോകട്ടോ? ബൈ ബൈ. ആര്യ ബൈ ബൈ. ഇതെന്താ ഇതിനകത്ത്? ശരിയുടെ മോനെന്നാ ആവശ്യം എന്തോ? അപ്പൊ ഓക്കെ യാത്രയില്ല. അപ്പൊ ശരി. ശരി എന്നാ. ബൈ ബൈ. ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം. കഴിയാറായി. അവര് പോയി, എല്ലാരും പോയി. ആബി എണീറ്റ് വന്നു കറക്റ്റ് സമയത്ത്. ആവി പെണീറ്റുള്ളൂ. ആബി നന്നിട്ട് ഓണം ആഘോഷിച്ചോ? ആബി ഇത് ഓണായിട്ട് ആകെ വാശിയായിരുന്നു ആബിക്ക്. എന്തിനാ ആബി വാശി കാണിച്ചേ? അതുകൊണ്ട് പകുതി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആബി ആകെ കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട്. എന്താണ് അന്ന് മൊത്തം വാശിയായിരുന്നു പുള്ളിക്കാരത്തി. അല്ല നല്ല മൂടല്ലായിരുന്നു ആബിക്ക്. രാവിലെ വരെ കുഴപ്പമുണ്ടായില്ല. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മൂഡ് മൊത്തം മാറി. അതുകൊണ്ട് സാരി എടുത്ത് കുറച്ച് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ തോന്നി. എനിക്ക് ഫുഡ് ഒരു മര്യാദ കഴിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ തൊട്ട് അത്രയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇരുന്ന് ആസ്വദിച്ചൊന്ന് പായസമൊക്കെ ഒന്ന് കുഴച്ചിട്ട് പറ്റില്ല. നേരെ എത്ര മണി? 12 മണി. അവർക്കും നാളെ രാവിലെ ഡ്യൂട്ടിയുള്ളവര് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഡ്യൂട്ടി. ഇച്ചാന് മാത്രമേ അവധിയുള്ളൂ. എല്ലാവർക്കും പണിയുള്ള ആൾക്കാരാണ്. എല്ലാവരുടെ ബൈ ബൈ പറയാം നമുക്ക്. ഇത് ഞങ്ങളുടെ 1ാമത്തെ ഓണം. ഇനി ഞങ്ങൾക്ക് ഒരു 2ാമത്തെ ഓണം ഉണ്ട്. ഇത് വീട്ടിലുള്ള ഓണം. ഇനിയിപ്പോ അടുത്തൊരു ഓണം വരുന്നുണ്ട്. അത് അടുത്ത ആഴ്ച അല്ലേ? അടുത്ത ആഴ്ച വരുന്നത്. അടുത്ത ഞായറാഴ്ച. അത് അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ. അതെ, അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരാം അല്ലേ? അത് കുറെ ഫാമിലിയൊക്കെ ഉണ്ട്. അത് ഓണം കഴിഞ്ഞിട്ടാണ് അതിന്റെ ആഘോഷം വെച്ചേക്കുന്നത്, 22-ാം തീയതി. അപ്പോ എന്തായാലും എല്ലാവരും വന്ന് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു. കറികളൊക്കെ നല്ലായിരുന്നു അല്ലേ എല്ലാം. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഓണം അല്ലേ? 2024 എല്ലാവർക്കും ഹാപ്പി ഓണം അല്ലേ അബിഗാൽ? ഹാപ്പി ഓണം. അടുത്ത വർഷം നമുക്ക് നാട്ടിൽ കൂടാൻ പറ്റട്ടെ എന്നല്ലേ? അല്ലേ? ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരു ബൈ കൊടുക്ക്. ബൈ ബൈ. ടാറ്റ കൊടുക്ക ആദ്യം. ബൈ ബൈ. ടാറ്റ. ബൈ ബൈ. ടാറ്റ. അത് ഉറക്കപ്പിച്ചിലാണ്. അപ്പൊ ശരി. അപ്പോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഇനി അടുത്ത വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.